നമസ്കാരം. ശ്രീനാഥ് നമ്പൂതിരിയാണ്. 2026 വ്യാഴമാറ്റത്തെ തുടർന്ന് അനവധി ആൾക്കാർ ചിന്തിക്കുകയാണ്, കാലം മാറി വരികയാണ്. അങ്ങനെ പല പല വീഡിയോകളിലും നമ്മൾ കേട്ട് കഴിഞ്ഞു. വ്യാഴമാറ്റം എന്നുള്ളത് പല കൂറുകാർക്കും പല നാളുകാർക്കും വളരെയധികം ഭാഗ്യങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. എങ്കിൽ പല ആൾക്കാരും വിളിക്കുമ്പോൾ ചോദിക്കുന്നതാണ്, എനിക്കും അത് മാറ്റം കാണുന്നില്ലല്ലോ, ഇപ്പോൾ 1 മാസം ആയല്ലോ, ഏതാണ്ട് ഇന്നിപ്പോൾ ജൂലൈ 10 കൂടിയിട്ടായിട്ടുണ്ട്. ഏതാണ്ട് 1 മാസം കഴിഞ്ഞിട്ടും ഈ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി വരാത്ത പല ആൾക്കാരും നമ്മെ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു വീഡിയോ. മകീരത്തിൻ്റെ അവസാന ഭാഗം തിരുവാതിര പുണർദ നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാർക്കാണ് പിന്നീട് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി നമ്മളൊന്ന് നോക്കുന്നത്. മിഥുനക്കൂറുകാർക്ക് 2ാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ മിഥുനക്കൂറുകാരുടെ 6ാം ഭാവത്തിലേക്കും അഷ്ടമത്തിലേക്കും അതോടൊപ്പം തന്നെ കർമ്മരാശിയിലേക്കുമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത്. ഈ 3 കാര്യങ്ങൾ നോക്കിയാൽ തന്നെ ഏകദേശം വ്യാഴം എങ്ങനെയൊക്കെ ഈ ഒരു വർഷം നമുക്ക് പ്രദാനം ചെയ്യും എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ ബുധൻ ഈ ഒരു വാരത്തിൽ തന്നെ അവിടെ സ്ഥിതി ചെയ്യുകയാണ്. ഇനി ഏതാണ്ട് 1 മാസം, ജൂലൈ കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് മാസം വരെ അവിടെ സ്ഥിതി ചെയ്യുന്നതായിട്ട് കാണാം ഈ ഒരു ബുധൻ. അങ്ങനെയുള്ള ഈ ഒരു ബുധന്റെ സ്ഥിതിയും കൊണ്ട് വളരെയധികം മാനസികമായിട്ടുള്ള ഐക്യം ആണ് ആദ്യം തന്നെ പറയേണ്ടത്. സാമ്പത്തികമായ പുരോഗതി നിങ്ങളിൽ ഉണ്ടാവും. അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ടതാണ്. വ്യാഴം എന്നുള്ളത് അത്ര നിസാരപ്പെട്ടതല്ല, നമ്മൾ പറഞ്ഞു ഇല്ലേ. അതിൻ്റെ അർഹിക്കുന്ന തരത്തിൽ അതിനെ ക്രയവിക്രയം ചെയ്യാൻ സാധിക്കണം. സാമ്പത്തികമായിട്ട് ശ്രദ്ധയില്ലായ്മ ഒരിക്കലും വരാൻ പാടില്ല. പ്രത്യേകിച്ച് അതാണ് മഹാഭാഗ്യങ്ങളൊക്കെ നമുക്ക് മിസ്സായി പോവുക. പല ആൾക്കാരും പറയാ, അശ്രദ്ധ കൊണ്ട് മാത്രമാണ് മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന സമയത്ത് കിട്ടാതെ പോകുന്നത്, അതുകൊണ്ട് മാത്രമാണ്. അതൊക്കെ ഈ വ്യാഴം വളരെയധികം സൂചിപ്പിക്കുകയാണ്. അത്തരത്തിലാണെങ്കിൽ 6ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന വ്യാഴം എന്നുള്ളത് അകാരണമായ അസുഖങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അശ്രദ്ധ കൊണ്ടും രക്തസംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ ഗൗരവക്കുറവ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് ഈ മിഥുനക്കൂറിൽപ്പെട്ട മധ്യവയസ്സിന് മുകളിലുള്ളവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം കർമ്മമേഖലയിൽ പുരോഗതി എന്നുള്ളത്, വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്നുള്ളത്, കണ്ടകശിനി എന്നുള്ള ദോഷം നടക്കുന്ന മിഥുനക്കൂറുകാർക്ക് ഒരു മഹാഭാഗ്യമാണ്, വലിയൊരു ബോണസാണ്. കാര്യം വളരെയധികം ശ്രദ്ധയോടുകൂടി നീങ്ങിക്കഴിഞ്ഞാൽ ആ ശനിയുടെ കാഠിന്യം ഏറ്റവും കൂടുതൽ കുറഞ്ഞു കിട്ടുന്ന ഒരു വർഷ കാലഘട്ടമാണ്. 2ാം ഭാവത്തിലുള്ള ഈ വ്യാഴത്തെ സ്വാധീനിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മഹാമന്ത്രത്തെ നിരന്തരം ജപിക്കാൻ സാധിക്കുക പറ്റുന്ന സമയത്തൊക്കെ. അതോടൊപ്പം തന്നെ ശനീശ്വരായ നമ എന്നുള്ള മന്ത്രത്തെയും ജപിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ഈ മിഥുനക്കൂറിലൊക്കെ വിദേശത്തൊക്കെ വിളിച്ചിട്ടുള്ള 1-2 ആൾക്കാരോട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അതുപോലെ എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാനസിക ഊർജം ഒന്ന് വേറെ തന്നെയാണ്. അത്തരത്തിൽ കർമ്മമേഖലയിലുള്ള ഈ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി വേണ്ടതുപോലെ യോഗമാക്കി അനുകൂലത്തിലാക്കി കൊണ്ടുവരാൻ മിഥുനക്കൂറുകാർക്ക് നിസാരമായിട്ട് സാധിക്കുന്നതാണ്. അവരുടെ 2ാം ഭാവത്തിലേക്കുള്ള ഈ വ്യാഴയോഗം എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠതയാണ്. സാമ്പത്തികമായ ഭാഗ്യങ്ങളും മഹാഭാഗ്യങ്ങളും രത്നങ്ങളും ആഭരണങ്ങളും ഒക്കെ കിട്ടാനുള്ള ഒരു യോഗവും കൂടിയാണ്. അതൊക്കെ ഓരോരുത്തർക്കും ചേർത്തെടുക്കാൻ സാധിക്കണം. അതിലുപരി ഏറ്റവും മഹാഭാഗ്യം ഈ 2ാം ഭാവത്തിൽ വ്യാഴസ്ഥിതി ചെയ്യുമ്പോൾ ആ ഒരു ജന്മരാശി ഫലം തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് മിഥുനക്കൂറിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ്. വിദ്യാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കാര്യം ആ ഒരു അർഹിക്കുന്നതായ വിദ്യ അർഹിക്കുന്ന ഗുരുനാഥനിൽ നിന്ന് കിട്ടുക, അതാണ് ആ ഒരു ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളത്. അത് 2 പേർക്കും തുല്യമാകുന്ന ഒരു ബന്ധം നിങ്ങൾക്ക് കിട്ടുന്ന കാലഘട്ടവും കൂടിയാണ്. അതോടൊപ്പം അകാരണമായ മാനസിക ക്ലേശങ്ങൾ വിട്ടുമാറും. അതോടൊപ്പം തന്നെ അകാരണമായി ശത്രുക്കൾ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വാക്ക് സംബന്ധമായി പലതും നിങ്ങൾ ശ്രദ്ധയില്ലാതെ സംസാരിക്കാൻ പാടില്ല, മറ്റുള്ളവരെ തരം താഴ്ത്തി പറയാൻ പാടില്ല. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് മിഥുനക്കൂറുകാർ. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നാരായണ കവച യന്ത്രം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ്. നാരായണ കവച മന്ത്രം എന്നുള്ള മഹാസിദ്ധിയുള്ള മന്ത്രത്തെ ലിഖിതമാക്കിയിട്ടുള്ള യന്ത്രമാണ്. അത് നമ്മൾക്ക് കവചമായി ധരിക്കുക, അതോടൊപ്പം തന്നെ അതിലുള്ള മന്ത്രത്തെ നിത്യം ജപിക്കുക കൂടി വേണം. അത്തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലം ഒന്ന് വേറെയാണ്. അത് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ.